കുഞ്ഞുമക്കളുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഈ പിതാവ് മക്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മക്കളെ, എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ ന്യൂസ് പേപ്പറിൽ കൊണ്ടുതരുന്ന ആ പത്രക്കാരന്റെ പേര് നിങ്ങൾക്കറിയാമോ? എല്ലാ ദിവസവും നിങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ആ ഡ്രൈവറിന്റെ പേര് നിങ്ങൾക്കറിയാമോ? അവരെ നോക്കി നിങ്ങൾ പുഞ്ചിരിക്കാറുണ്ട്. സ്നേഹനിറഞ്ഞവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയോ നന്മകളുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വചനം പറയുകയാണ്, നിങ്ങൾ സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുമെന്ന് വചനം നമ്മളോട് പങ്കുവെക്കുകയാണ്. നമ്മുടെ ഒരു സ്നേഹത്തിന്റെ വാക്ക് കൊതിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടെന്നറിയാമോ? ഒരു കരുണയുടെ മുഖം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യര് നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. ഒരു വാക്ക് പറഞ്ഞെങ്കിൽ, ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ എത്രയോ നല്ല മക്കളായി അവർ മാറുമായിരുന്നു. പലപ്പോഴും ഈ ആത്മഹത്യ ചെയ്തവരുടെ വീടിന്റെ മുമ്പിൽ പോയി നിന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ പറ്റിയെന്നല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഈ ചോദ്യം 2 ദിവസം ആ മനുഷ്യനോട് നേരിട്ട് ചോദിച്ചിരുന്നെങ്കിലോ അവൻ ആ കയറിൽ തൂങ്ങില്ലായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും വലുതാണ് പ്രിയ സഹോദരങ്ങൾ. ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങളാണ് എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ ആയിരിക്കുന്ന ദേവാലയത്തിൽ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി ഉണ്ട്. എല്ലാ ദിവസവും ഈ മനുഷ്യൻ കുർബാനയ്ക്ക് വരും. കുർബാന കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാറുണ്ട്. ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, അച്ഛനെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി പതുക്കെ പോയി. ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇന്ന് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് 10-14 വർഷം ഇനി എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ, പണ്ടൊക്കെ വല്ല അച്ഛൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ പ്രാവശ്യം ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. സ്നേഹത്തിന്റെ അടുത്ത ദിവസം ഈ മനുഷ്യൻ ഒത്തിരി സന്തോഷത്തോടു കൂടെ കുർബാനയ്ക്ക് ശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഇന്നലെ അച്ഛൻ പറഞ്ഞില്ല, ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഒത്തിരി സന്തോഷമായി. അച്ഛൻ കണ്ണൊക്കെ നിറഞ്ഞാണ് ആ സമ്മാനം അവൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. സ്നേഹത്തിന്റെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അത് വലുതാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല് ഇന്നത്തെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇടുങ്ങിയ വാതിൽ എന്ന് പറഞ്ഞാൽ ചെറിയ വാതിലാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട് കേട്ടോ, അത് സഹനത്തിന്റെ വാതിലും കൂടിയാണ്. റോബർട്ട് ഫോസ്റ്റർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ ഒരു കവിതയുണ്ട്, ദ റോഡ് ലെസ് ട്രാവൽഡ് എന്ന് പറയുന്നത്, അധികം ആരും സഞ്ചരിക്കാത്തൊരു വഴി. കഥയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ ഒരിടത്ത് വന്ന് നിൽക്കുന്നു, 2 വഴികൾ കാണുകയാണ്. ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അനുദിനം സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. മറ്റൊരു വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം ആരും സഞ്ചരിക്കാത്തൊരു വഴി. ഈ മനുഷ്യൻ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ അധികം ആരും സഞ്ചരിക്കാത്ത ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, ഒത്തിരിയേറെ അനുഭവങ്ങൾ ഒരുപക്ഷെ ഈ വഴിയിലൂടെ എന്നെ കാത്തിരിപ്പുണ്ടാകും. അധികം ആരും പോകാത്ത വഴിയാണത്. ചിലപ്പോൾ അപകടങ്ങൾ പതിയിരിപ്പുണ്ടാകും. പക്ഷെ ഞാൻ ആ വഴി തിരഞ്ഞെടുക്കുന്നു. കാരണം ലോകത്തിലുള്ള മഹാരഥന്മാരെല്ലാവരും യാത്ര ചെയ്തത് ആ വഴിയിലൂടെയാണ്. സ്നേഹനിറഞ്ഞവരെ, ആ വഴി എന്ന് പറയുന്നത് ഇന്നത്തെ വചനം പറഞ്ഞു തരും, അത് സഹനത്തിന്റെ വഴിയും കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും സങ്കടങ്ങളും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് സ്വർഗീയമായ അനുഭവത്തിലേക്കാണ് എന്ന് ഇന്നത്തെ വചനം നമ്മളോട് പറഞ്ഞു തരികയാണ്. പലപ്പോഴും ഒരു രോഗം വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ അച്ഛന്മാരോടൊക്കെ വന്ന് പറയാറുണ്ട്, അച്ഛാ എന്തൊരു ശപിക്കപ്പെട്ട ജീവിതമാണ് ഞങ്ങളുടേത്.